ആ റൈറ്റ് സൈഡിലായിരുന്നു ആദ്യം. റൈറ്റ് സൈഡിലായിരുന്നു ആദ്യം. അതുപോലെ സ്റ്റെയർ ആണെങ്കിലും സ്റ്റെയർ ആദ്യം ഈ ഭാഗത്ത് നിന്ന് കയറുന്ന വിധത്തിലായിരുന്നു. ഓക്കെ. ആ അത് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ നിന്നാക്കിയായിരുന്നു, ഈ ഡയറക്ഷനിൽ നിന്നാക്കിയായിരുന്നു. ഓക്കെ. ബട്ട് ആ ഡോറിന്റെ കാര്യത്തിലൊന്ന് ഒരു ഇതുണ്ട്. ഡോറ് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ ആക്കിക്കൂടെ? അല്ല, ആദ്യം അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞതാണെങ്കിൽ അങ്ങനെ വേണ്ട, അപ്പോൾ നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് സ്റ്റെയർ കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് മതി, അതാവുമ്പോൾ പാർട്ടീഷൻ. അപ്പം ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു പാർട്ടീഷൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഡൈനിങ്ങിലും ലിവിങ്ങിലും എല്ലാവരും അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ഇപ്പം അങ്ങനെ അധികം ചെയ്യാറില്ല, ഒരു പ്രൈവസി മാറ്റേഴ്സ് അങ്ങനെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അത് വേണ്ടെന്നായിരുന്നു. ഏത് പാർട്ടീഷൻ വേണ്ടെന്നോ? ആ, പാർട്ടീഷൻ വേണ്ടെന്ന് പറഞ്ഞു. ഒറ്റ ഹോള് പോലെ കിടന്നോട്ടെ നമ്മൾ എന്നാണ് പറഞ്ഞത്. ഈ സ്റ്റെയറിന്റെ അവിടെ എന്ത് ചെയ്യും? നിങ്ങളുടെ വാട്സപ്പ് ഉണ്ടോ? ഞാൻ ഈ ഉണ്ട്. മെസ്സേജ് എനിക്ക് മെസ്സേജ് അയച്ച നമ്പർ തന്നെയാണോ? അതെ അതെ. ഓക്കെ. ഞാനിതിന്റെ 3D വേണമെങ്കിൽ കാണിച്ചു തരും. ഇപ്പൊ 2D ആദ്യം ഞാൻ പ്ലാൻ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരുന്നു. ആക്ച്വലി ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഹലോ. പറഞ്ഞോളൂ. നമ്മുടെ പ്ലാന് ആക്ച്വലി ഇതാണ്. ബട്ട് കെട്ടി വന്നപ്പോ കട്ടിങ് ഇല്ലേ, ഏതാ സിറ്റ് ഔട്ടിൽ നിന്നുള്ള സ്റ്റെയറിലോട്ടുള്ള കട്ടിങ് ഇല്ലേ, ഇതാണോ അത് ഈ ഭാഗം? എല്ല് വരുന്ന ഭാഗം അത് തന്നെ. ആ ഭാഗം നമ്മുടെ ആ സിറ്റ് ഔട്ടിന്റെ കെട്ടുമായിട്ട് ചേർന്നാണ് വന്നേക്കുന്നത്. അതായത് ഈ ബോള് മൂവ് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതെ അതെ അതെ, കെട്ടി വന്നപ്പോ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു 20 സെന്റിമീറ്റർ മാത്രമേ നീങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 20 സെന്റിമീറ്റർ നീക്കി വെച്ചു. അപ്പം അങ്ങനെയല്ലല്ലേ? അല്ല അല്ല അല്ല, ആ കെട്ട് സ്ട്രെയിറ്റ് ആണ്. അതായത് സിറ്റ് ഔട്ടിന്റെ ആ ഭിത്തി, ഈ ഭിത്തി എല്ലാം സ്ട്രെയിറ്റ് ആണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അതെ അതെ. അതപ്പോ പ്ലാനില് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്തതായിരുന്നോ? ഞാൻ ആക്ച്വലി പുറത്താണ്. ഞാനൊരു ദിവസം ഒരു ഫോട്ടോ കണ്ടപ്പം, ആ കെട്ടിന്റെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും. എനിക്ക് തോന്നുന്നു മിസ്റ്റേക്കിലി അങ്ങനെ ചെയ്തതാണ്. അപ്പൊ നമുക്ക് അവിടെ അതങ്ങനെ വെറുതെ ചെയ്യാൻ ഏരിയ വന്നു പോയി അല്ലേ? അപ്പൊ ആ സ്ക്വയർ ഫീറ്റില് വ്യത്യാസം വന്നു. വന്നു. ആ പിന്നെ പറഞ്ഞ വേറൊരു വെയിറ്റ്, ഞാനേ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാം. വാട്സപ്പ് വന്നു നോക്കിക്കോളൂ. ഒരു ഫോട്ടോ ഷെയർ ചെയ്യുന്നു പറഞ്ഞു. ആ 3D നമ്മൾ ചെയ്തതിന്റെ 3D ചെയ്തായിരുന്നു. ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ടായിരുന്നേ. ഈ ഭാഗത്ത് കിച്ചണിൽ ഇവിടെ ഡോർ പ്ലാനിൽ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു പ്ലാനിൽ ഉള്ളതുപോലെ അല്ല, ഇവിടെ ഡോറില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് എന്നുള്ളത്. അത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വേറെ കൗണ്ടർ സ്പേസ് ഈ ഭാഗത്ത് അങ്ങനെയല്ലല്ലേ? അപ്പൊ ഡയറക്റ്റ് ആയിട്ട് അത് ഹോള് പാസേജ് പോലെയാണ് വരുന്നത് അല്ലേ? അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഉണ്ട് അല്ലേ? ആണോ? അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് വേറെ പാസേജ് ആയിട്ട് നമുക്ക് ഇവിടെ എന്തായാലും സ്പേസ് വരില്ലേ? ഇത്രയും ഏരിയയിലായിരിക്കത്തില്ലേ? ഞാൻ 3D ഒന്ന് കാണിച്ചു തരാവേ. ഓക്കെ.
അപ്പോൾ പ്ലാനിലാണെങ്കിൽ ഈ ഒരു സ്പേസിൽ മാത്രമായിരുന്നു ഓപ്പൺ കിച്ചൻ്റെ സ്പേസ് കൊടുത്തിരുന്നത്. ഇവിടെ ഡോറും ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ആ ഡോറ് വേണ്ട. ആ അത് അപ്പോൾ ഓപ്പൺ ഡോറ് ആക്കുന്നതിനെ വേണ്ട, പറ്റി എന്താണ്? പകരം ആ പറഞ്ഞോളൂ. ഓക്കെ, അത് ഓപ്പൺ ആക്കിയാൽ അപ്പോൾ ഡയറക്റ്റ് ഇവിടെ ഹോളിൽ വരുമോ? എന്തോ അത് ഓപ്പൺ ആക്കിയാൽ എന്തേലും ഇതുണ്ടാവോ? ഇല്ല, സ്ട്രക്ചറലി ആണോ ചോദിച്ചേ? അല്ല, ഡിസൈനില്. ഡിസൈനിൽ അങ്ങനെ പ്രശ്നം നമുക്ക് പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലിവിങ്ങിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇത്രയും ഈ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ അല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു പ്രൈവസി കിട്ടുന്നുണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ ലിവിങ്ങിൽ ഇരിക്കുമ്പോഴും കിച്ചൺ. ഞാൻ എന്റെ ഐഡിയാസ് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഓക്കെ, ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് ആണോ? വാട്സാപ്പില്. ആ കണ്ടു. അതിന്റെ ഔട്ട് വരുന്നത്, ഞാനിതൊരു സ്ക്രീൻഷോട്ടാണേ. ആ അതിന്റെ ഔട്ട് വരുന്നത് അത് ഞാൻ ഷെയർ ചെയ്യാം. ആണ് അതിന്റെ ഔട്ട് വരുന്നത്. ആ ഓക്കെ. ആ കണ്ടു കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ എന്റെ സിസ്റ്റത്തിലൊന്ന് ഈ മീറ്റിൽ ജോയിൻ ചെയ്തോട്ടെ, എന്നാലേ എനിക്ക്